ദുരന്തങ്ങളുടെയും ദുരൂഹതകളുടെയും പിന്നാമ്പറങ്ങൾ തേടുന്ന സീക്രട്ട് ഫയലിലേക്ക് സ്വാഗതം. സീക്രട്ട് ഫയൽ ഇക്കുറി നിങ്ങൾക്കായി പറയുന്നത് തികച്ചും ഉദ്യോഗജനകമായ ഒരു സംഭവത്തിൻ്റെ പിന്നാമ്പറ യാഥാർത്ഥ്യങ്ങളാണ്. സംഭവം നടന്നത് കൊല്ലം ജില്ലയിലെ തലവൂർ എന്ന ഗ്രാമത്തിലാണ്. സംഭവത്തിൻ്റെ രത്നചുരുക്കം ഇങ്ങനെയാണ്. ഒരു നാൾ പള്ളിമേടയിലെ ശവക്കോട്ടയിൽ നിന്നും പ്രായമായ ഒരു സ്ത്രീയുടെ മൃതദേഹം ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി. കല്ലറ കുത്തി തുറന്നാണ് സ്ത്രീയുടെ മൃതദേഹം കടത്തിയിരിക്കുന്നത്. പക്ഷേ എന്തിനാണെന്നോ ആരാണെന്നോ ഒരു തുമ്പുമില്ല. ഒടുവിൽ കള്ളനെ കയ്യോടെ പിടികൂടുന്നു. മൃതദേഹം മോഷ്ടിച്ചത് മറ്റാരുമല്ല, സ്ത്രീയുടെ സ്വന്തം മകൻ തന്നെ. എന്തിനാണ് മൃതദേഹം കടത്തിയെന്ന ചോദ്യത്തിന് പ്രതിയുടെ ഉത്തരം ഏറെ വൈചിത്രമായിരുന്നു. ഒരു നാടിനെ മുഴുവൻ നടുക്കിക്കളഞ്ഞ ഈ സംഭവത്തിൻ്റെ പിന്നാമ്പറ യാഥാർത്ഥ്യങ്ങൾ തേടി ഞങ്ങൾ യാത്രയാവുകയാണ്. ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടി. നടത്തേരിക്കാർക്ക് പറഞ്ഞാലും പറഞ്ഞാലും മതിവരാത്ത വിശേഷമായിരുന്നു അത്. എങ്ങനെയൊക്കെ പറഞ്ഞാലും മതിവരില്ല. തിരിച്ചും മറിച്ചും ഒക്കെ പറഞ്ഞു നോക്കി ഒരു രക്ഷയുമില്ല. സുകുമാരന്റെ ചായക്കടയിലും അതായിരുന്നു ചൂടേറിയ ചർച്ചാവിഷയം. ചർച്ചയ്ക്കിടയിൽ സുകുമാരൻ ചായ അടിക്കാൻ പോലും പലപ്പോഴും മറന്നുപോയി. എങ്ങനെ മറക്കാതിരിക്കും? അമ്മാതിരി സംഭവങ്ങളല്ലേ ഇപ്പോൾ നടന്നിരിക്കുന്നത്. ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ ആ തങ്കച്ചൻ കാട്ടിക്കൂട്ടിയത്? സാമാന്യം ബോധമുള്ള ആരെങ്കിലും ഈ പണി കാണിക്കൂ? കുഴിച്ചിട്ടിരിക്കുന്ന ശവം എടുത്തുകൊണ്ട് ആരെങ്കിലും വീട്ടിൽ കൊണ്ടുവരുമോ? അതും ശവമടക്കിയിട്ട് 1 മാസം കഴിഞ്ഞതുമാണ്. മൃതദേഹം ആകെ പുഴുത്ത് ജീർണിച്ച് എല്ല് മാത്രം കാണുന്ന അവസ്ഥയിലും. തങ്കച്ചന് ഇത് എന്തിന്റെ ഏനക്കേടാ? ജോയിച്ചൻ പിള്ളയോട് ചോദിച്ചു. പിള്ളയച്ചൻ പൊടുപ്പും തുങ്ങലുമൊക്കെ ചേർത്ത് ശവമാന്തി കഥ ജോയിച്ചനോട് പറഞ്ഞു. ജോയിച്ചൻ സിനിമാ കഥ പോലെ ആ കഥ കേട്ടുകൊണ്ടേയിരുന്നു. അമ്മ ജീവിച്ചിരിക്കുമായിരിക്കാം, അവര് മനഃപൂർവ്വം ചെയ്തതായിരിക്കാം എന്നുള്ളൊരു ധാരണയായിരിക്കാം അവന്റെ മനസ്സിൽ തോന്നിയത്. എനിക്ക് തോന്നുന്നു അവൻ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ അവന്റെ അടുത്ത് വെച്ചേക്കാനായിരിക്കും. അത് അവനാ സ്നേഹം. അതുകൊണ്ട് ഈ അമ്മ എങ്കിലും എൻ്റെ അടുത്തിരിക്കട്ടെ എന്നുള്ള ഒരു സമാധാനം. അതല്ലാതെ വേറെ അതിനകത്ത് വേറെ യാതൊന്നും. അവന്റെ ഒരു ഈ 2-2.5 കിലോമീറ്റർ. അവനിപ്പോ എവിടെ? അവനിപ്പം മെന്റൽ ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല, പിന്നെ ശാപ്പാടുമൊക്കെ കൊടുത്ത് ആ രീതിയിൽ പിന്നെ അവന് വേണ്ട എല്ലാ പ്രൊട്ടക്ഷനും ഉണ്ട്. കുഴപ്പമില്ല. ഇത് ഇവന് ഈ 2-2.5 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഇത് എടുത്തുകൊണ്ട് വരാൻ അവൻ്റെ ഒരു മാനസിക നിലയെ ആരും കാണാതെ പറഞ്ഞില്ലേ, 2-3 ദിവസം കൊണ്ടേ അവനിങ്ങനെ നടക്കുമായിരുന്നു. അത് അവൻ്റെ ഈ തള്ള പോയതോടുകൂടി അവന് വലിയ ഒരു ജീവിതത്തിലൊരു അപകർഷന അവന്. അത് ഒന്നുകൂടെ പിന്നെ ഇത് വരുമ്പം നമ്മൾ ചിന്തിക്കാൻ മരിച്ചു പോയതാ, ഇനി രക്ഷയില്ല, കൊണ്ടുവന്നാലും നമുക്ക് അർത്ഥമില്ല. അവനതിനെ പറ്റിയുള്ള വിവേചന ബുദ്ധി തോന്നിയതാണ്. വേറെ കാര്യം. സുകുമാരന് തങ്കച്ചനെ നന്നായി അറിയാം. എന്നാലും അയാൾ ഇങ്ങനെ ഒരു പണി കാണിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. സംഭവത്തിന്റെ അന്നും ഇവിടെ വന്ന് ചായ കുടിച്ചിട്ട് പോയവനാണ്. അന്ന് രാത്രിയാണ് അവൻ സംഭവം നടത്തിയത്. ഒരു മാസം മുമ്പ് പള്ളിയിലടക്കിയ അമ്മയുടെ ശവമെടുത്തുകൊണ്ട് വീട്ടിലോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് ആരും അറിയാതെ ദിവസങ്ങളോളം വീട്ടിൽ സൂക്ഷിച്ചു. വീട്ടിൽ നിന്നും ദുർഗന്ധം വന്നപ്പോഴാണ് സംഭവം നാട്ടുകാർ അറിയുന്നത്. ഇത് എടുക്കുന്നത് 2-3 ദിവസം മുന്നേ എടുത്തു കഴിഞ്ഞ് പിന്നെ പള്ളിയിലെ ആൾക്കാർ കുർബാനയ്ക്ക് ഒന്ന് മെഴുതിരെത്തിക്കാൻ ചെന്നപ്പോഴാണ് ഈ കല്ലറ ഇളകി കിടക്കുന്നത് കണ്ടത്. 2-3 ദിവസം മുമ്പേ എടുത്ത് അവരുടെ വീട്ടിലവിടെ കൊണ്ടുവച്ചിരുന്നതാണ്. പക്ഷേ ഇത് പുള്ളിക്കാരെ നടന്ന് ഒത്തിരി ദൂരമൊക്കെ നടന്ന് തലച്ചൂടായിട്ടൊക്കെയാണ് കൊണ്ടുപോയത്. അവർ വീട്ടിൽ കൊണ്ടുവച്ചു. അന്നേരം ഒന്നും ആരും അറിയുന്നില്ല. മഴയുണ്ടായിരുന്നു. മഴയുടെ ഇതുകൊണ്ട് ദുർഗന്ധമൊന്നും ഇല്ലായിരുന്നു. പ്ലാസ്റ്റിക് ചാക്കിനകത്തായിരുന്നു. പള്ളി തുറക്കാൻ വന്ന കപ്പ്യാരാണ് ആ കാഴ്ച ആദ്യം കാണുന്നത്. വർഗീസേട്ടൻ അങ്ങോട്ടേക്ക് ഓടി.
ആ കാഴ്ച കണ്ട് അയാൾ നടുങ്ങിപ്പോയി. ശവക്കല്ലറ തുറന്നു കിടന്നു. കല്ലറയിൽ നിന്നും ശവപ്പെട്ടി ആരോ വലിച്ച് പുറത്തിട്ടിരിക്കുന്നു. ശവപ്പെട്ടിക്ക് കാര്യമായ കേടുപാടുകൾ ഒന്നും സംഭവിച്ചിട്ടില്ല. ശവത്തിനൊപ്പം അടക്കം ചെയ്ത തുണികളെല്ലാം പരിസരത്ത് വാരി വലിച്ചിട്ടിരിക്കുന്നു. പക്ഷേ ശവപ്പെട്ടിയിൽ വച്ചിരുന്ന മൃതദേഹം മാത്രം കാണാനില്ല. ശവത്തിൻ്റെതായ ഒരു അവശിഷ്ടം പോലും സമീപത്തെങ്ങും കാണുന്നുമില്ല. 1 മാസം മുമ്പ് അടക്കം ചെയ്ത കുഞ്ഞേലിയമ്മയുടെ ശവമാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. കുഞ്ഞേലിയമ്മയുടെ ശവം തേടി ഇടവകക്കാർ പരക്കം പാഞ്ഞു. ആരാണ് എടുത്തുകൊണ്ടു പോയതെന്ന് ഒരെത്തും പിടിയുമില്ല. പല പല സംശയങ്ങളും നാട്ടുകാരുടെ മനസ്സിലേക്ക് കടന്നു വന്നു. ഞങ്ങളൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതാരോ പഠിക്കാനായിട്ട് ആരോ കൊണ്ടുപോയതാണെന്നോ ആദ്യം അവിടെ പറഞ്ഞത്. പിന്നെ പള്ളി പിരിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് പുള്ളിയെ പിടിച്ചുകൊണ്ട് വന്നു. ആരോ സംശയത്തിൻ്റെ പേര് പറഞ്ഞു. അങ്ങനെ പോലീസ് പിടിച്ചുകൊണ്ടെന്ന് ചോദ്യം ചെയ്യുന്നത് ഞങ്ങൾ കണ്ടത്. അന്നേരം അറിഞ്ഞു സ്വന്തം മോൻ തന്നെ എടുത്തുകൊണ്ട് പോയതാണ്. ആരോ പഠിക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് പോയതാണ് നാട്ടിൽ. അന്നേരം എല്ലാം പള്ളി വന്നവരെല്ലാം അങ്ങനെ ചിന്തിച്ചത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇത് യഥാർത്ഥത്തിൽ അറിഞ്ഞു. അല്ല, ശ്രദ്ധിക്കത്തില്ലെന്ന് പറഞ്ഞാൽ കല്ലറ വൃത്തിയാക്കാൻ എപ്പോഴും അവിടെ ആൾ വരും. പിന്നെ പുതുക്കി പണിയാനായിട്ട് കല്ലറ ഇളക്കും. അങ്ങനെ വലിയ കല്ലറയാക്കാനായിട്ട് പുതുക്കി പണിയും. അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ഇതുവരെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മണിക്കൂറുകൾ ഇഴഞ്ഞു നീങ്ങി. കുഞ്ഞേലി അമ്മയുടെ മൃതദേഹം കൊണ്ടുപോയ ആളെ ഇടവകക്കാർക്ക് പിടികിട്ടി. മൃതദേഹം കൊണ്ടുപോയത് സ്വന്തം മകൻ തന്നെ, തങ്കച്ചൻ. മൃതദേഹം അടക്കിയിട്ട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ മൃതദേഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ആകെ ജീർണിച്ച അവസ്ഥയിലായിരിക്കും, അത് ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ ഈ മൃതദേഹം എങ്ങനെയായിരിക്കും അയാൾ കൊണ്ടുപോയിരിക്കുക? അതായി അടുത്ത സംശയം. അതിനകത്തുനിന്ന് എടുത്ത് ചാക്കുകൊണ്ടിറങ്ങി അതിനകത്തിറങ്ങി ചാക്കിനകത്ത് കയറ്റി കെട്ടി ചുവന്ന് ഊളാൻ വഴി ഇങ്ങനെ വരത്തിരി വേക്കത്തലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത്. തങ്കച്ചനെ പോലീസ് പിടികൂടി. അമ്മയുടെ ശവം മോഷ്ടിച്ചു കൊണ്ടുപോയതിനാണ് അയാളെ പിടികൂടിയിരിക്കുന്നത്. കുഞ്ഞേലി അമ്മയുടെ ശവം തങ്കച്ചന്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു. കട്ടിലിന്റെ അടിയിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുകയായിരുന്നു മൃതദേഹം. മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളെല്ലാം കൂടി ഒരു ചാക്കിൽ കെട്ടി വച്ചിരിക്കുകയായിരുന്നു അയാൾ. ദുർഗന്ധം അറിയാതിരിക്കാൻ ശാമ്പ്രാണിത്തിരികളും കത്തിച്ചു വച്ചിരുന്നു. പക്ഷേ ദുർഗന്ധം അസഹനീയമായിരുന്നു. അങ്ങനെയാണ് വിവരം പുറത്തായത്. പക്ഷെ എന്തിനാണ് തങ്കച്ചൻ അമ്മയുടെ മൃതദേഹം കല്ലറ പൊളിച്ച് പുറത്തെടുത്തത്? അതിനുള്ള ഉത്തരം തേടുകയായിരുന്നു നാട്ടുകാർ. പക്ഷെ തങ്കച്ചൻ അതിനുള്ള ഉത്തരം പറഞ്ഞു, വ്യത്യസ്തമായ ഒരു ഉത്തരം. നേരം പാതിരാ കഴിഞ്ഞിരിക്കുന്നു. ആർത്തലച്ചു പെയ്ത മഴ തോർന്നിരിക്കുന്നു. എങ്കിലും ചെറിയ ചാറ്റൽ മഴ ഇടതടവില്ലാതെ പെയ്യുന്നുമുണ്ട്. പള്ളി പരിസരത്തെങ്ങും ഒരൊറ്റ വീട് പോലുമില്ല. എങ്ങും കുറ്റാകുറ്റിരുട്ട്. ആ ഇരുട്ടിനെ പോലും വകവയ്ക്കാതെ ഒരാൾ നടന്നു വരുന്നു. പള്ളിയങ്കണം ലക്ഷ്യമാക്കിയാണ് അയാൾ നടന്നു നീങ്ങുന്നത്.
അയാൾ ശവക്കോട്ട ലക്ഷ്യമാക്കി നീങ്ങി. ഒരു മാസം മുമ്പ് അടക്കിയ കുഞ്ഞേലിയമ്മയുടെ കല്ലറയ്ക്കരികിൽ അയാൾ നിന്നു. കുഞ്ഞേലിയമ്മയുടെ ഇളയ മകൻ തങ്കച്ചനായിരുന്നു അത്. ആ വരവിൽ അയാൾക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ഞായറാഴ്ച ദിവസം രാവിലെ മെഴുകുതിരി കത്തിക്കാനായിട്ട് പോയ ചിലരാണിത് ശ്രദ്ധയിൽപ്പെട്ടത് ശവക്കലർ തോണ്ടിയതായിട്ട്. അപ്പോൾ അറിയാൻ കഴിഞ്ഞത് പ്രായമുള്ള ഒരു വൃദ്ധയുടെ അടക്കം ചെയ്തിരുന്ന ബോഡിയാണ്. സ്വന്തം മകൻ തന്നെയാണ് അത് ചെയ്തത്. ചുറ്റും നിരനിരയായി നിൽക്കുന്ന കുരിശുമാടങ്ങൾ, പേടിപ്പെടുത്തുന്ന നിശബ്ദത. പക്ഷേ അതൊന്നും തങ്കച്ചന്റെ ഉദ്യമത്തിന് തടസ്സമായില്ല. അയാൾ ജോലി തുടർന്നു. വളരെ ശ്രദ്ധയോടെ അയാൾ ആ കല്ലറ ഇളക്കി മാറ്റാൻ തുടങ്ങി. ശ്രമപ്പെട്ട ഒരു ജോലിയായിരുന്നു അത്. നിലത്തുറപ്പിച്ച കോൺക്രീറ്റ് പാളികൾ അയാൾ തല്ലി തകർത്തു. ആ ശ്രമം ശവപ്പെട്ടി കാണും വരെ തുടർന്നു. ഒടുവിൽ സ്വന്തം അമ്മയെ അടക്കം ചെയ്ത ശവപ്പെട്ടി അയാൾ കണ്ടെത്തി. എപ്പോഴും ഇതിനകത്ത് ആൾക്കാരുണ്ട് പകല്, അതുകൊണ്ട് ആരും അത്ര ശ്രദ്ധിക്കത്തില്ല. ഒരു കള്ളന്മാർ കയറിയാൽ പോലും ആരും അത്ര ശ്രദ്ധിക്കില്ല. കാരണം എപ്പോഴും ആളുണ്ട്, കപ്പിയാർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ട്. പിന്നെ ദിവസം പ്രാർത്ഥനയും അതൊക്കെ ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് ആരും അത്ര ശ്രദ്ധിക്കത്തില്ല. പിന്നെ ഈ രാത്രി നടന്നെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു അതിശയം തോന്നിക്കുന്നത്. കാരണം ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടെന്നുള്ള എങ്ങും നടക്കാത്ത ഒരു ഇതായി മാന്തി എടുക്കുക കൊണ്ടുപോകാന്നൊക്കെ പറയുന്നതും അവനുള്ളൊരു പിന്നെ എന്തുവാന്നുള്ളത് നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. ശവപ്പെട്ടിയിൽ നിന്നും കുഞ്ഞേലി അമ്മയുടെ ജീർണിച്ച ശരീരഭാഗങ്ങൾ വാരി പുറത്തേക്ക്. മതിയാവോളം അയാൾ മൃതദേഹത്തെ നോക്കി നിന്നു. തുടർന്ന് തങ്കച്ചൻ കയ്യിൽ കരുതിയിരുന്ന ചാക്കിലേക്ക് ശരീരഭാഗങ്ങൾ ഓരോന്നും ക്രമമായി അടുക്കി വച്ചു. ഇതൊരു കേൾവിയില്ലാത്ത സംഭവമാണ്. കാരണം ഇങ്ങനൊരു ആൾ സാധാരണ ചെയ്യാറില്ല. പക്ഷേ ഇതിൻ്റെ പിന്നിൽ എനിക്ക് തോന്നുന്നു പുള്ളിക്ക് എന്തോ അമിതമായ സ്നേഹം, അമ്മയോടുള്ള സ്നേഹം ആയിരിക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഇത് നോർമലായിട്ട് ഒരു മനുഷ്യൻ ഇത് ചെയ്യത്തില്ലല്ലോ. കാരണം ഇത് പുള്ളിക്ക് കുറച്ച് നാൾ കൊണ്ട് പുള്ളിയുടെ മനസ്സിൽ കറങ്ങി കിടന്ന് 19 ദിവസമായില്ലേ. അപ്പോൾ ആ ചിന്ത വന്ന് സ്നേഹം കൂടി അവസാനം പുള്ളി വിചാരിച്ച് കാണും, മെൻ്റലായിട്ട് തോന്നിക്കാണും ഒരു പക്ഷേങ്കിൽ അമ്മ എൻ്റെ കൂടെ ഇരിക്കട്ടെ എന്നാൽ അതുകൊണ്ടല്ലേ ഇത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ഒരു പ്രവർത്തികൾ ആരെങ്കിലും ചെയ്യും. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് തന്നെയാണ് ബലമായൊരു സംശയം. ഇതാണ് മനസ്സും സ്നേഹം കൂടിയാലും കുഴപ്പം. ശവക്കോട്ടയിൽ നിന്നും അമ്മയുടെ മൃതദേഹവുമായി അയാൾ നടന്നു നീങ്ങി. കിലോമീറ്ററുകൾക്കപ്പുറമുള്ള സ്വന്തം വീട്ടിലേക്ക്. മനുഷ്യവാസമുള്ള പ്രദേശം വിട്ട് കാടും മേടും താണ്ടിയാണ് അയാൾ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ നടന്നു നീങ്ങിയത്. പുലർച്ചയോടെ അയാൾ സ്വന്തം വീട്ടിലെത്തി. പിന്നെ അയാൾ ചെയ്തത് സാധാരണ മനുഷ്യർക്ക് നിരക്കാത്ത പ്രവൃത്തികളായിരുന്നു. പുള്ളിക്കാരൻ ചെയ്ത് സത്യാവസ്ഥ പറഞ്ഞാൽ എൻ്റെ കണ്ടെത്തി ഒരു പട്ടിയെ കുടിച്ചിട്ടായിരുന്നു 8 വർഷത്തിന് മുന്നേ. ഇവിടെ ഇച്ചിരി കണ്ടമുണ്ട്. പുള്ളിക്കാരൻ അത് മാന്തി കൊണ്ട് അവരുടെ വീട്ടിൽ കൊണ്ടിട്ട് പോസ്റ്റ്മോർട്ടം നടത്തി 8 വർഷത്തിന് മുന്നേ. അപ്പോൾ ഈ ഭയങ്കര സ്മെല്ല് വന്നപ്പോൾ നാട്ടുകാരടുത്ത് കൂടിയപ്പോഴാണ് ഇതിനകത്തില്ല അവരുടെ കടയ്ക്കകത്ത് പോസ്റ്റ്മോർട്ടം നടക്കുമെന്നൊക്കെ പട്ടിയാണെന്നൊക്കെ അറിയുന്നത് ജനം. നേരത്തെ ആൾക്കാർ അടുത്ത് കൂടിയപ്പോഴത്തേന് ഇയാൾ ഇറങ്ങി ഓടിക്കളഞ്ഞു. തങ്കച്ചൻ ജീവിതത്തിലെന്നും ഒറ്റപ്പെട്ടവനായിരുന്നു. നല്ലൊരു കൂട്ടുകാരൻ പോലും അയാൾക്കില്ലായിരുന്നു. അയാൾക്കെല്ലാം അമ്മയായിരുന്നു. എന്ത് കാര്യങ്ങളും തുറന്നു പറയുന്നത് അമ്മയോടായിരുന്നു. വിഷമം വന്നാലും സങ്കടം വന്നാലും അയാൾ ഓടി അമ്മയ്ക്കരികിലെത്തും. വലിയൊരു ആശ്വാസമായിരുന്നു അയാൾക്ക്
കുഞ്ഞേലി അമ്മ. അമ്മ എൻ്റെ കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുള്ള കാരണം ആൾക്കാർ പറയുന്ന പറഞ്ഞാൽ അമ്മ എൻ്റെ കൂടെ ഇരിക്കട്ടെ എന്നുള്ളത് ചുറ്റുപാടാണല്ലോ പുള്ളി അവിടെ കൊണ്ടുവെക്കുന്നത്. കാരണം വിചാരിച്ച അമ്മ എൻ്റെ കൂടെ ഇരിക്കും. പക്ഷേ അதையும் പറഞ്ഞില്ലേ, സ്നേഹം മനുഷ്യന് കൂടിക്കഴിഞ്ഞാലും കുഴപ്പം, അമിതമായ സ്നേഹം ഏതിനും പാടില്ല. ഏതായാലും ഈ കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്നതും വലിയ കുഴപ്പമാണ്, മനസ്സിലായോ? അതുകൊണ്ട് അധികം സ്നേഹമാണ് പുള്ളിക്ക് ഈ നിരയിലേക്ക് എത്തിച്ചതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പെട്ടെന്നൊരു ദിവസം കുഞ്ഞേലി അമ്മ അങ്ങ് പോയി. തങ്കച്ചനെ ഒന്ന് കാണാൻ പോലും നിൽക്കാതെ കുഞ്ഞേലി അമ്മ മരിച്ചു. അക്ഷരാർത്ഥത്തിൽ തകർന്നു പോയത് തങ്കച്ചനായിരുന്നു. ജീവിതത്തിൽ അയാൾ ഒറ്റപ്പെട്ടതുപോലെ തോന്നി. അമ്മ ഇനി അയാൾക്കരികിലില്ല എന്ന യാഥാർത്ഥ്യം അയാളെ വളരെയധികം വേദനിപ്പിച്ചു. ആരൊക്കെയോ പറയുന്നതായിട്ട് മരിച്ചതിന് ശേഷം ഇങ്ങനെ ഈ പള്ളിയെ പറ്റി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ്. അമ്മയായിട്ടുള്ള ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു ഈ മോന്. അതൊക്കെ പിന്നെ പറയുന്നത്. അപ്പോൾ എൻ്റെ അമ്മയെടുത്ത് ഞാൻ എൻ്റെ അടുത്ത് കൊണ്ടുവച്ചാന്നാണ് പറഞ്ഞത്. അമ്മ തനിക്കൊപ്പം എന്നും വേണമെന്ന് അയാൾ തീരുമാനിച്ചു. അമ്മയെ വിട്ടുകൊടുക്കാൻ അയാൾ തയ്യാറല്ലായിരുന്നു. തങ്കച്ചൻ കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചു. രാത്രിക്ക് കട്ടികൂടാനായി അയാൾ കാത്തിരുന്നു. പിന്നീട് അയാളുടെ കാലുകൾ അമ്മയെ അടക്കം ചെയ്ത ശവക്കോട്ടയിലേക്ക് ചലിച്ചു. സാധാരണഗതിയിൽ അങ്ങനല്ലേ, മനുഷ്യന് ശവം അടക്കി കഴിഞ്ഞാൽ പിന്നെ 7 ദിവസത്തിന് ശേഷം പ്രാർത്ഥനകളും എല്ലാം ഉണ്ട്. പക്ഷേ അവരുടെ എല്ലാം വിചാരം നമ്മൾ അടക്കിയ ശവം ഡെഡ് ബോഡി അകത്ത് തന്നെ ഇരിപ്പുണ്ടെന്നല്ലേ, പുറത്താരും പൊട്ടിച്ച് നോക്കുന്നില്ലല്ലോ. അതുപോലെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും അകത്തുണ്ടല്ലോ, വിശ്വാസമല്ലേ, വിശ്വാസമാണല്ലോ എല്ലാം. തങ്കച്ചനെ ഉൾക്കൊള്ളാൻ സ്വന്തം വീട്ടുകാർക്ക് പോലും കഴിഞ്ഞില്ല. അയാളൊരു ഭ്രാന്തനാണെന്നാണ് വീട്ടുകാരുടെ പക്ഷം. അതിനുള്ള തെളിവാണ് ഈ വാതിലുകൾ ഞങ്ങൾക്ക് നേരെ കൊട്ടിയടച്ചത്. തങ്കച്ചൻ എന്ന മനുഷ്യനെ സ്നേഹിക്കാൻ ഒരാളും ഉണ്ടായിരുന്നില്ല. നൊന്തുപെറ്റ അമ്മ മാത്രമായിരുന്നു അയാൾക്ക് ഈ ലോകത്തിലെ ഏക ആശ്വാസം. ആ വേർപാട് താങ്ങാൻ കഴിയാതെ വന്നപ്പോ തങ്കച്ചൻ ഒരു ഭ്രാന്തനെ പോലെ പെരുമാറി എന്നു മാത്രം. വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒരു ശല്യമാകാതെ തങ്കച്ചൻ ഇപ്പോ ഏതോ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ കഴിയുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മനുഷ്യ മനസ്സ് പ്രവചനാതീതമാണ്. ഒരാൾ എന്താണ് അടുത്ത നിമിഷം ചിന്തിക്കുന്നതെന്ന് ആർക്കും പ്രവചിച്ചു പറയാൻ കഴിയില്ല. അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. തീർത്തും അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവം. മുൻപെങ്ങും കേട്ടുകേൾവിയില്ലാത്ത നിരവധി സംഭവങ്ങൾ നമുക്ക് ചുറ്റും ഇപ്പോഴും അരങ്ങേറുകയാണ്. അത്തരത്തിലുള്ള ഒരു സംഭവത്തിൻ്റെ പിന്നാമ്പുറ യാഥാർത്ഥ്യങ്ങൾ തേടി ഞങ്ങൾ വീണ്ടും യാത്രയാവുകയാണ്. ഇനി മറ്റൊരു നാട്ടിലേക്ക്, മറ്റൊരു സംഭവത്തിൻ്റെ കാണാപ്പുറങ്ങളിലേക്ക്.